ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രി ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, സച്ചിയേട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട സച്ചിയേട്ടാ, എനിക്ക് രാത്രി എന്നും സച്ചിയേട്ടൻ വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാത്രി എന്തിനാണ് എനിക്ക് മനസ്സിലായി രേവതി, പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യേ സച്ചിയേട്ടൻ എന്ത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതൊന്നും അല്ല, ഇതേ സച്ചേട്ടൻ ഇല്ലെങ്കിൽ ഒരു രസമില്ല, അതുകൊണ്ട് സച്ചേട്ടാ ഒരു ധൈര്യം, അതിനു വേണ്ടി മാത്രം. ഓ അങ്ങനെ സച്ചേട്ടാ, സച്ചേട്ടനോടൊരു ഐഡിയ പറയട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ റൂം പണിയാൻ പറ്റിയൊരു ഐഡിയ ആണ്. എന്താ രേവതി അത്? എങ്കിൽ പിന്നെ പറ രേവതി, ആ ഒരു ഐഡിയ നമുക്ക് ട്രൈ ചെയ്യാലോ. അതായത് ഞാൻ കല്യാണ വർക്കുകളെല്ലാം പിടിക്കും, ഈ ഓഡിറ്റോറിയം വർക്കുകളെ അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നന്നായിട്ട് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെ നല്ല ഓർഡർ കിട്ടും സച്ചേട്ടാ. അങ്ങനെ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമാണല്ലോ. ഇത് കിട്ടുമ്പോഴേക്കും രേവതി, ആ ഒരു ഐഡിയ നല്ലതാണല്ലോ. കല്യാണ പന്തലിലെ വർക്കൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓർഡർ ആയിരിക്കും, നീ അതിൽ വിജയിക്കും. നിന്റെ ബുദ്ധി അപാരം തന്നെയാണ് കേട്ടോ. നിന്റെ മനസ്സിൽ എന്താണോ നല്ലത് തോന്നുന്ന രേവതി, അത് നീ ചെയ്തോ. അതിനു വേണ്ടി നിനക്ക് ഞാൻ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും രേവതി, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എൻ്റെ രേവതി വിജയത്തിലേക്ക് തന്നെ വരും. അതിന് സപ്പോർട്ടായിട്ട് ഞാൻ പിന്നാലെ തന്നെ ഉണ്ടാവും. പിന്നെ അല്ലാതെ സച്ചിയേട്ടൻ്റെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കോ? സച്ചിയേട്ടനല്ലേ എൻ്റെ ബലം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ കിടന്നുറങ്ങാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നാലും ആൻറ്റി ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം ഏതായാലും കണ്ടെത്തിയേ മതിയാവുള്ളൂ, എനിക്കത് കണ്ടെത്തണം. അങ്ങനെയും വിചാരിച്ചുകൊണ്ട് ശ്രുതി നേരെ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പം ഭാമയാണെങ്കിൽ മുറ്റെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാമാൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാര്? ശ്രുതി മോളോ? എന്താ ശ്രുതി മോളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം? അതെന്താ ആൻറ്റി, എനിക്കെന്താ, ആൻറ്റിയുടെ അടുത്തേക്ക് വന്നൂടെ? അയ്യോ മോളെ, വരാല്ലോ മോളെ, നീ എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, അതിന് ഒരു കുഴപ്പമില്ല മോളെ. അത് പിന്നെ ആൻറ്റി, എനിക്കിവിടെ അടുത്തൊരു വർക്കുണ്ടായിരുന്നു, ആ സമയത്താണ് ഞാൻ ആൻറ്റിയുടെ കാര്യം ആലോചിച്ചത്. എങ്കിൽ പിന്നെ ആൻറ്റിയെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതേതായാലും നന്നായി. ആൻറ്റിക്ക് നല്ല സ്ട്രെസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ ആൻറ്റി, എന്താ പറ്റിയത്? എന്ത് ചെയ്യാനാണ് മോളെ, എങ്കിലേ ആൻറ്റിക്ക് ഞാൻ തലയൊന്ന് മസാജ് ചെയ്ത് തരാം. മസാജോ? അതൊന്നും വേണ്ട. വേണം ആൻറ്റി അല്ലേ പറഞ്ഞത്. ആൻറ്റിക്ക് ഞാനൊരു മോളെ പോലെയാണെന്ന്. അപ്പം പിന്നെ മസാജ് ചെയ്ത് തന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാൻ പോകുന്നത് മോളെ? നിൻ്റെ ടൈം വെറുതെ വേസ്റ്റ് അല്ലേ? എനിക്ക് എന്തിനാണ് മസാജൊക്കെ ചെയ്ത് തരുന്നത്? അയ്യോ, ആൻറ്റിയുടെ മോളാകുമ്പോൾ എനിക്കൊരു ടൈം വേസ്റ്റൊന്നും അല്ല. ഞാൻ ആൻറ്റിക്ക് മസാജ് ചെയ്ത് തന്നിട്ട് പൊളവാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇനി ആൻറ്റി ഒന്ന് കിടന്നേ, ഞാൻ മസാജ് ചെയ്ത് തരാം. അങ്ങനെ ഹെഡ് മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ശ്രുതി മോളുടെ കൈയുടെ കൈപ്പുണ്യേ ഭയങ്കര അപാരം തന്നെ. എന്ത് സുഖ മോള് തലയിലോട്ട് ഇങ്ങനെ കൈ വെച്ചപ്പോൾ മോള് പറഞ്ഞു, ശരി, എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു, ഇപ്പം അത് നല്ലോണം റിലാക്സ് ആകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് മോളെ. ആണല്ലേ ആൻറ്റി, എനിക്കറിയായിരുന്നു ആൻറ്റിക്ക് നല്ല സ്ട്രെസ് ഉണ്ടെന്ന്. ആൻറ്റിക്ക് സ്ട്രെസ് വരാനുള്ള കാരണം എന്താ ആൻറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ പറയണോ, അത് മോളുടെ ആൻറ്റി കാരണം തന്നെയാണ്. ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം ആലോചിച്ച് എൻ്റെ തല പുണ്ണാവൂലേ, അതൊക്കെ ആലോചിച്ചിട്ടാ എനിക്ക് സ്ട്രെസ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ, എന്ത് കാര്യമാണ് ആൻറ്റി പറഞ്ഞത്? അതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോളെ. അല്ല ആൻറ്റി, ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തതേ, എന്തുകൊണ്ടാണ് ഭാമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ആൻറ്റി വീട്ടിലേക്ക് തിരിച്ചു വന്നത്? അല്ല, ആൻറ്റി എന്നോട് പറഞ്ഞത് രേവതിയും സച്ചിയും ആ വീട് വിട്ട് പുറത്തിറങ്ങാതെ ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ലെന്നാ. അങ്ങനെ പറഞ്ഞ ഒരാള് ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ആൻറ്റി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നും കൊണ്ടല്ല, ആ പോലീസുകാരൻ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം 2 ലക്ഷം രൂപ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വിധം മാറി അവൾ നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു. 2 ലക്ഷം രൂപ ആൻറ്റിക്ക് കൊടുത്തുന്നോ? ഇത് കേട്ട ഭാമ ഞെട്ടിപ്പോവാ. ഭാമ അവിടുന്ന് ചാടി എണിക്കുകയാണ്. പറ ആൻറ്റി, എന്താ പറഞ്ഞത്? 2 ലക്ഷം രൂപ ആൻറ്റിക്ക് കൊടുത്തുന്നോ?
ഞാൻ 2 ലക്ഷം രൂപയൊന്നും കൊടുത്തില്ല. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ശ്രുതി ഒന്നും കേട്ടിട്ടുമില്ല. ശ്രുതി ഒന്നും മിണ്ടാതിരുന്നേ. ശ്രുതി, ആൻറ്റി എന്നോട് പറയാൻ പാടില്ലേ? ഏതായാലും ആൻറ്റി ഈ കാര്യങ്ങളെല്ലാം ഇത്രയും പറഞ്ഞു. അപ്പം പിന്നെ ഇത് പറഞ്ഞാലും എന്താ കുഴപ്പം? എൻ്റെ പൊന്നു മോളെ ശ്രുതി, ഇതെങ്ങാനും എൻ്റെ വായിൽ നിന്ന് ചന്ദ്ര പോയെന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്ത് താണ്ഡവം ആടും. അവൾ എന്നെ ശരിയാക്കും. ഇതാരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇല്ലെന്നേ, ആൻറ്റിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറയില്ലെന്നേ. അല്ലെങ്കിലും ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആൻറ്റി എന്നോട് തന്നെ സത്യങ്ങൾ പറയും. അത് ശരിയാ, ചന്ദ്രയുടെ പുന്നാര മരുമകളല്ലേ നീയ, അപ്പം നിന്നോട് സത്യങ്ങൾ പറയാതിരിക്കില്ലേ? എങ്കിൽ പിന്നെ പറയാന്നേ. അത് പിന്നെ ശരത്തിനെതിരെ കേസ് കൊടുത്തല്ലോ. അപ്പോൾ സച്ചിയുടെ വക്കീൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞു കേസ് പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. അപ്പോൾ ചന്ദ്ര പറഞ്ഞു എങ്കിൽ പിന്നെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് കേസ് പിൻവലിച്ചു. ചന്ദ്രയ്ക്ക് 2 ലക്ഷം രൂപയും കൊടുത്തു. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഓഹോ, അപ്പം ആൻറ്റി കേസ് പിൻവലിക്കാനുള്ള കാരണവും വീട്ടിലേക്ക് വരാനുള്ള കാരണവും ഈ 2 ലക്ഷം രൂപയാണല്ലേ? പക്ഷേ ആൻറ്റി പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഏതായാലും ആൻറ്റി ഇതേപോലെ പൈസയൊന്നും മേടിച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ആൻറ്റി ചുമ്മാ പറയണ. അയ്യോ ശ്രുതി, നിന്റെ അമ്മായിയമ്മയെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാ. നിന്റെ അമ്മായിയമ്മേ എത്ര ഭീകരത്തിയാണെന്ന് അറിയാവോ? പൈസയുടെ മുന്നിലേ വീണു പോകും ചന്ദ്ര. അത് എന്ത് വലിയ പാപമാണെങ്കിലും ശരി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കതൊന്നും വിശ്വാസമില്ല. എങ്കിൽ ഞാൻ തെളിവ് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെയും വിളിച്ച് വലിച്ചഴിച്ചുകൊണ്ട് അലമാരുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് 2 ലക്ഷം രൂപ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ. കണ്ടോ, ഇതാണ് ചന്ദ്രയ്ക്ക് കൊടുത്ത 2 ലക്ഷം രൂപ. ചന്ദ്ര സൂക്ഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നിരിക്കുക. എന്നിട്ട് ഞാനിത് അലമാരുടെ അടുത്ത് വെക്കുകയും ചെയ്ത്. ചന്ദ്ര ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനിതിൽ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണെന്ന് പറയണം. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, മനസ്സിലായി കാര്യങ്ങളൊക്കെ. മോളെ ശ്രുതി, ഇത് ചന്ദ്രയോട് പോയി പറയല്ലേ? ഇല്ലെന്നേ, ഞാൻ പറയൂല ആൻറ്റി, എന്നെ ആൻറ്റിക്ക് വിശ്വസിക്കാം. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. അയ്യോ മോളെ, മസാജ് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. അത് കുഴപ്പമില്ല, ഇത്രയൊക്കെ മസാജ് മതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുവേ എനിക്ക് എൻ്റെ ഉള്ള മൂഡ് പോയി ആൻറ്റി. അതുകൊണ്ടൊരു സമാധാനമില്ല. ഇതിപ്പോൾ ഇത്രയൊക്കെ മസാജ് മതി എന്ന് പറയാണ്. ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഒറ്റ പോക്കാം. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായുള്ള കാര്യങ്ങളല്ല. അങ്ങനെ നമ്മുടെ സച്ചിയെ കാണിക്കണം. അപ്പോൾ സച്ചി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് രേവതി കണ്ണ് പൊത്തി പിടിക്കുക. കണ്ണ് പൊത്തി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രേവതി, എന്ത് രേവതി കാണിക്കുന്നത്? സച്ചിയേട്ടൻ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. രേവതി, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, എൻ്റെ കണ്ണിൽ നിന്ന് വിട് രേവതി, ഇതെന്താ രേവതി ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സച്ചിയേട്ടൊന്നും മിണ്ടാണ്ട് വാ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് സച്ചിയുടെ കണ്ണ് പതിയെ പൊക്കി നേരെ പുറത്തേക്ക് കൊണ്ടുപോവുക. പുറത്തേക്ക് കൊണ്ടുപോയി കണ്ണ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഇതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പ്ലാൻ, അതിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ രേവതി. ഇത് കണ്ട സച്ചിയുടെ കണ്ണ് തള്ളിപ്പോവണം. എന്താ രേവതി ഇതെന്ത് ഭംഗിയാണ്! ഓഡിറ്റോറിയത്തിൽ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതേ സച്ചിയേട്ടാ, ഇങ്ങനൊരു വർക്കാണ് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വർക്ക് എനിക്ക് കിട്ടില്ല സച്ചിയേട്ടാ, ഉറപ്പായിട്ടും. എൻ്റെ രേവതി നല്ല കാലക്കിയിട്ടുണ്ട്. ഞാനേ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണം. രേവതി, നിനക്ക് ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് അറിയാമായിരുന്നോ രേവതി? പിന്നെ അല്ലാതെ സച്ചിയേട്ടാ, ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് അറിയാം. രേവതി, നിൻ്റെ കഴിവിനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ വരുന്നത്. അപ്പോൾ വർഷ ചോദിക്കണം, എന്തത് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പൂവർക്ക് എന്ന് പറയുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ചേച്ചി, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, കാണാൻ ശരിക്കും ഗംഭീരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് ആൻറ്റി ചേച്ചി എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആണോ വർഷേ, ഭംഗിയുണ്ടോ? പിന്നെ അല്ലാതെ, ഇനി ഇതേപോലുള്ള വർക്കുകളാണ് ഞാൻ പിടിക്കാൻ പോകുന്ന വർഷേ. അതേതായാലും നന്നായി, ചേച്ചിക്ക് നല്ല വർക്ക് കിട്ടും, അത് കൺഫേം ആണ് ചേച്ചി, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ചേച്ചി, ഇത് ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ, ഇതേ ലോകമെമ്പാടും അറിയണ്ടേ. എങ്ങനെ അറിയും? സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോയും ചേച്ചിയുടെ ഫോട്ടോയും ഒക്കെ എടുത്തിടണം. അത് വേണം, ചേച്ചിയുടെ ഫോട്ടോ വേണം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയില്ല, ഞാൻ ചെയ്തു തരാമല്ലോ. ചേച്ചി നല്ല അടിപൊളി സാരിയെ കൊടുത്തിട്ട് വന്നേ. അയ്യോ, എനിക്ക് അടിപൊളി സാരിയൊന്നുമില്ല. അപ്പോൾ സച്ചിയാണെങ്കിൽ അതിനെന്താ, ഇപ്പം തന്നെ നമ്മളൊരു പോയി സാരി മേടിക്കും എന്നൊക്കെ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പുറപ്പെട്ടങ്ങോട്ട് ഇറങ്ങുകയാണ് സാരി മേടിക്കാനായിട്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയെ കാണിക്കണം. ശ്രുതിയാണെങ്കിൽ ഇത് ഷോറൂമിൽ നല്ല പണിയിലാണ്. ആ സമയത്ത് ഈ ആൻ്റണി ആണെങ്കിൽ ആകെ തലവേദന പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആൻ്റണിയോട് ഈ നമ്മുടെ
ഈ ശ്രുതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള അയാളിങ്ങനെ പറയാണ്, അതെ എനിക്കിനി ഇവിടെ നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, അവള് പൈസയും തരില്ല, അവള് നമ്മളെ പറ്റിക്കുകയാണ്, അവള് പറ്റിച്ച് സ്ഥലം വിടും, അതാണ് അവളുടെ മെയിൻ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഞാൻ അവളങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, അവളെ ഞാൻ ഇപ്പം തന്നെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആൻ്റണിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ചു പോയി. അപ്പോൾ എന്താ ആൻ്റണി എന്ന് ചോദിച്ചപ്പോഴും നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു 2 ലക്ഷം രൂപ കൊണ്ടുവരണമെന്ന്, എന്നിട്ട് നീ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നിങ്ങനെ ചോദിക്കണം ആൻ്റണിയെ. അത് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് ആ പൈസ ഒപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ടാന്നേ, എനിക്കതൊന്നും അറിയണ്ട. നവീൻ ദാസ് മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അവനെയും കൊണ്ട് നിൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടും, എന്നിട്ട് ഞാൻ ഒറ്റ പോകുമോ? നീ എന്താ ആൻ്റണി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് ഭീഷണിയൊന്നും അല്ല, ചെയ്യുമെന്ന് പറഞ്ഞ ആൻ്റണി ചെയ്തിരിക്കും, അല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാനെന്തിനാ നവീൻ ദാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? നീ പൈസ തന്നെ, എന്നാൽ മാത്രമേ ഞാൻ നവീൻ ദാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരി, ഞാൻ എങ്ങനെയെങ്കിലും പൈസ കൊണ്ട് ഉടനെ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പം നവീൻ ദാസിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്, ഏതായാലും അവൾ പൈസയും കൊണ്ട് വരുമല്ലേ, ഉറപ്പായിട്ടും വരും എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ക്ഷേമയും ദൈവം ഞാൻ പൈസ എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ്. കാരണം ബാമയുടെ വീട്ടിൽ 2 ലക്ഷം രൂപ അലമാരി വെച്ച കാര്യം അതെങ്ങനെയെങ്കിലും മോഷ്ടിക്കണം, എന്നിട്ട് ആ പൈസ കൊണ്ട് ആൻ്റണിയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്നിങ്ങനെ ചിന്തിച്ച് ഇപ്പം തന്നെ പോകണമെന്ന് ചിന്തിച്ച് ഞാൻ അവിടെ നിന്ന് പുറപ്പെടുക. ഈ സമയം തന്നെ ചന്ദ്രയെ കാണിക്കുകയാണ്. അപ്പം ചന്ദ്രയാണെങ്കിൽ ഈ ഭാമയോട് പറയാണ്, എൻ്റെ ഭാമ എനിക്ക് പേടിയായിട്ട് ഒരു രക്ഷയില്ല, ഈ 2 ലക്ഷം രൂപയൊക്കെ കിട്ടിയ കാര്യം നീ ആരോടും പറയല്ലേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പണി പാളും, അതുകൊണ്ടാണ് കേട്ടോ, നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആരോടും പറയില്ല, അല്ല നിൻ്റെ മുഖഭാവം കണ്ടിട്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലോ ആരോടെങ്കിലും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നെഞ്ചത് ഞാൻ താണ്ടപാടും. അപ്പോൾ ഭാമ ശ്രുതിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ ബാമേ നിനക്കെന്താ ഒരു ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല, നിനക്കെന്താ തീരെ എന്നെ വിശ്വാസമില്ലേ? ഞാൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞാൽ പറയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുക. ഏതെങ്കിലും ഡാൻസ് പഠിക്കാൻ വന്ന കുട്ടികളായിരിക്കും, നീ ഏതായാലും പോയി കഥ തുറക്ക്, ഞാൻ ചുമ്മാ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവർ കാണുമ്പോൾ വിചാരിച്ചു എൻ്റെ ദൈവമേ പ്രൊഫഷണൽ ടീച്ചറാണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുട്ടി ചേർന്നോളൂ, നീ ചെല്ല്. അങ്ങനെ ബാമ പോയി കഥ തുറക്കുമ്പോൾ നിൽക്കുന്നു നമ്മുടെ ശ്രുതി. അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ട് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രേ ഡാൻസ് കളിക്കണ്ട, നിർത്തിക്കോ, ഇത് ശ്രുതിയാ. അയ്യേ എൻ്റെ നടുവ് കളഞ്ഞത് മിച്ചമായിപ്പോയി. എന്താ ശ്രുതി നീ എന്താ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അപ്പുറത്തെ ഒരു വർക്കിന് വന്നതാ, ഒരു കല്യാണ വർക്ക് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാ. അപ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്നും പറയാണ്. പക്ഷേ നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയൊരു മൈൻഡൊന്നുമില്ല. ചന്ദ്ര ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കാം, ശ്രുതിയാണെങ്കിൽ ഇതെന്ത് പറ്റി ആൻറ്റിക്ക് എന്നും ചിന്തിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗിൻ, ബൈ.